ബിസിനസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ അബദ്ധം. ഇന്ന് 2 ലക്ഷം കോടിയിലധികം ഡോളർ വിലമതിക്കുന്ന ഗൂഗിളിനെ അന്ന് വിലപേശിയിട്ട് പോലും വാങ്ങാതെ പോയ കമ്പനികൾക്ക് എന്ത് സംഭവിച്ചു? സിനിമകളെ പോലും തോൽപ്പിക്കുന്ന ട്വിസ്റ്റുകളുള്ള ഗൂഗിളിന്റെ കഥ തുടങ്ങുന്നത് 1995 സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു ഹോസ്റ്റൽ മുറിയിൽ നിന്നാണ്. അവിടെ വെച്ച് കണ്ടുമുട്ടിയ ലാരി പേജ്, സെർജി ബ്രിൻ എന്നീ രണ്ട് PhD വിദ്യാർത്ഥികൾ ആദ്യ കൂടിക്കാഴ്ചയിൽ പരസ്പരം തർക്കിച്ചും അടിയുണ്ടാക്കിയുമാണ് തുടങ്ങിയതെങ്കിലും കമ്പ്യൂട്ടർ സയൻസിനോടുള്ള ലഹരി ഒടുവിൽ അവരെ ഒന്നിച്ചുകൂട്ടി. അങ്ങനെ യാഹൂ ഇന്റർനെറ്റ് ഭരിച്ചിരുന്ന ആ കാലത്ത് വെബ്സൈറ്റുകൾ തിരയുന്നത് എളുപ്പമാക്കാൻ ഇവർ രണ്ടുപേരും ഹോസ്റ്റൽ മുറിയിൽ ഇരുന്ന് സെർച്ച് എഞ്ചിൻ കോഡിംഗ് ചെയ്തെടുത്തു. അതിന് അവരിട്ട ആദ്യത്തെ പേരെന്തെന്നറിയാമോ? ബാക്ക്റം. പിന്നീട് 1 കഴിഞ്ഞ് 100 പൂജ്യങ്ങൾ വരുന്ന ഗൂഗിൾ എന്ന സംഖ്യയുടെ പേര് നൽകാൻ അവർ തീരുമാനിച്ചെങ്കിലും സ്പെല്ലിംഗ് ടൈപ്പ് ചെയ്തപ്പോൾ ഉണ്ടായ അബദ്ധത്തിലാണ് ഇന്നത്തെ ഗൂഗിളായി മാറിയത്. പിന്നീട് ഇത് പഠനത്തെ ബാധിച്ചപ്പോൾ 1999 എക്സൈറ്റ് എന്ന കമ്പനിക്ക് വെറും $1 മില്യൺ ഗൂഗിളിനെ വിൽക്കാൻ തയ്യാറായി. എന്നാൽ അന്നത്തെ CEO ഇതിനെ നിരസിച്ചു. അന്ന് ഗൂഗിളിനെ വേണ്ടെന്ന് വെച്ചത് ചരിത്രത്തിലെ ഏറ്റവും വലിയ നഷ്ടമായി. മാത്രമല്ല 2002 യാഹൂ ഇതേ അബദ്ധം ആവർത്തിച്ചു. ഇന്ന് നമ്മുടെ ആൻഡ്രോയിഡ് ഫോൺ, യൂട്യൂബ്, ജിമെയിൽ, മാപ്സ് എന്നിവയിലൂടെ ലോകത്തെ ആകെ നിയന്ത്രിക്കുന്ന ഗൂഗിളിന്റെ തലപ്പത്ത് സുന്ദർ പിച്ചൈ എന്ന ഒരു ഇന്ത്യക്കാരനാണ് ഇരിക്കുന്നത്. അന്ന് തോറ്റു പിന്മാറാതെ ഹോസ്റ്റൽ മുറിയിലിരുന്ന് അവർ കാണിച്ച വാശിയാണ് ഇന്നത്തെ ഇന്റർനെറ്റ് സാമ്രാജ്യം.